ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അറേസ് വേൾഡ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നമ്മൾ വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത ഡയറ്റിൽ ഞാൻ എത്ര കിലോ കമ്മിയായിട്ടുണ്ടെന്നൊക്കെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ വെറും വെജിറ്റബിൾസ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസാണ് ഞാൻ കഴിച്ചതെന്ന് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ സമയം 6:30 മണിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുതിർത്ത 5 ബദാമും 1 ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കഴിച്ചു കഴിഞ്ഞു. കാലത്തെ പണികളെല്ലാം തീർത്തു. ഇനി നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സമയം 8 മണിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായി എടുത്തിരിക്കുന്നത് ഒരു ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടേ പുഴുങ്ങിയിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മണൽപ്പൊടിയും കൂടെ ഇടാം. അപ്പോൾ എനിക്കതിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമില്ലാത്ത കാരണം, ഇത് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ല. വെറും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമുക്ക് ഈ ഡയറ്റിൽ പൊട്ടാറ്റോ ഇത് ഉരുളക്കിഴങ്ങ് എടുക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ പറയണേ, ഈ 7 ദിവസത്തെ ഡയറ്റിൽ നമ്മൾ ഇന്ന് മാത്രമേ ഈ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുള്ളൂ. ബാക്കി ഒരു ദിവസം നമ്മൾ എടുക്കുന്നില്ല. അതുമാത്രമല്ല, ഈ പൊട്ടാറ്റോയിൽ നിന്ന് നമുക്ക് ധാരാളം ഫൈബറും പ്രോട്ടീനും എല്ലാം കിട്ടും. അപ്പോൾ അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുമ്പോൾ നമുക്ക് ആ ഹോൾ ഡേ നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. സോ അത് കാരണം കൂടിയാണ്. മാത്രമല്ല, നമ്മൾ ഒരു പൊട്ടാറ്റോ ആണ് എടുക്കുന്നത്. സോ അത് കാരണം അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 10:30 മണിയാണ്. സ്നാക്ക് കഴിക്കാനുള്ള ടൈമാണ്. അപ്പോൾ സ്നാക്സിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വെള്ളരിക്ക 1 ക്യാരറ്റുമാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളരിക്കയും ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ക്യുക്കുംബറും ക്യാരറ്റൊക്കെ ഇവിടെ ഞാൻ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഞാൻ 1/2 പീസ് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അറിയാമല്ലോ, നാരങ്ങ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ സിട്രിക് ആസിഡൊക്കെ ഉള്ളതാണ്. നമുക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഈ സാലഡ് കഴിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ ചേർക്കുന്നത്. അപ്പോൾ ആ ടേസ്റ്റ് കാരണം നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഇത്രയും കഴിക്കാനും പറ്റും. അത് താല്പര്യമില്ലാത്തവർക്ക് വേണ്ട, സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിന് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. കുറച്ച് കുരുമുളകും ചേർക്കുകയാണ് കേട്ടോ. സമയം 10:30 11 മണിയാണ്. ഈ സമയത്താണ് നമ്മൾ സാലഡ് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വെള്ളരിക്കൊക്കെ നമുക്ക് നല്ലൊരു എന്താ പറയുക, നമ്മുടെ വിശപ്പിന് അടക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ ഇത് കുറച്ച് ടയേർഡ് മാതിരി തോന്നി ഇത്ര നേരമായപ്പോൾ. പക്ഷേ ഈ വെള്ളരിക്കയുടെ ഒരു 4 പീസൊക്കെ അകത്ത് പോയപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെ നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഇപ്പോൾ തോന്നുന്നു. വിശപ്പൊന്നും പറയുന്നില്ല. ചെറുതായിട്ടിങ്ങനെ വിശന്ന് ടയേർഡായിട്ടൊക്കെ ഇങ്ങനെ വരാൻ പോവായിരുന്നു. ടയേർഡായിട്ടൊക്കെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഇപ്പോൾ ഈ ഒരു 4-5 പീസ് കഴിച്ചപ്പോഴേ നല്ലൊരു ഉന്മേഷം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് ഇനി കുറച്ച് വെള്ളം കുടിക്കാം. ഓക്കെ, ഒരു വെള്ളരിക്ക ഫുള്ള് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പകുതിയേ കഴിക്കാൻ പറ്റിയുള്ളൂ. അതുപോലെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയേ കഴിക്കാൻ പറ്റിയുള്ളൂ. അപ്പം മതി. ഇപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കഴിക്കണം എന്ന് ഈ ഡയറ്റിൽ പറയുന്നില്ല. നമുക്ക് എത്ര മതിയെന്ന് തോന്നണോ അത്രയും കഴിച്ചാൽ മതി. കാരണം നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്.
അപ്പോൾ അത് മതിയാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു ബാലൻസ് വന്ന് ഞാനൊരു 4 മണി സ്നാക്സ് ടൈമിൽ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വെള്ളം കുടിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സ്നാക്ക് ടൈം നമുക്കൊന്ന് എൻഡ് ചെയ്യാം. വെള്ളം കുടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കത്തെ മീൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ സമയം 1:30 മണിയായി. അപ്പോൾ ഞാൻ ഇവിടെ മിക്സ്ഡ് വെജിറ്റബിൾ സാലഡാണ് എടുത്തിരിക്കുന്നത്. അത് വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന വെള്ളരിക്കയും പിന്നെ ക്യാരറ്റും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു ഹാഫ് സവാള പൊടിയായി അരിഞ്ഞതും പിന്നെ കുറച്ച് ക്യാബേജ് പൊടിയായി അരിഞ്ഞതും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മല്ലിയിലയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്ത കോളിഫ്ലവറൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ലഞ്ച് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു 2 ദിവസം നമുക്ക് നല്ലൊരു ക്ഷീണവും ടയേർഡ്നെസ്സൊക്കെ തോന്നും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിറയെ വെള്ളം കുടിക്കണം. എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വെള്ളം കുടിക്കുക. അപ്പോൾ അതിലൊന്നും ഒരു കുറവും വരുത്തരുത്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടി. പിന്നെ കുറച്ച് നാരങ്ങയും പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3-4 വെജിറ്റബിൾസ് നമ്മളിതിൽ ആഡ് ചെയ്ത കാരണം നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് തോന്നും. അതിന് കൂടെ നമ്മൾ വെള്ളവും കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ലഞ്ചിന് ഇത് മതിയാവും. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഞാൻ എൻ്റെ ലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലഞ്ചിന് നമ്മൾ 2 ഗ്ലാസ്സാണ് വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈവനിങ് സ്നാക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക ഉപ്പും കുരുമുളകും നാരങ്ങയൊക്കെ ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് നീളത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ഗ്ലാസ് വെള്ളം. ഞാൻ പറഞ്ഞു 1 ഗ്ലാസ് അല്ല ഞാൻ കുടിക്കാറുള്ളത്. ഒരു ഡേ ഞാൻ 50 to 20 ഗ്ലാസ് വെള്ളം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം കുടിക്കണം. ഇപ്പോൾ കഴിക്കുന്നതിനാണ് ഈ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നാക്സ് ഇന്ന് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഈവനിങ് സ്നാക്കായിട്ട് നിങ്ങൾക്ക് വെള്ളരിക്ക കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ക്യാരറ്റ് ആണെങ്കിലും കഴിക്കാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മസ്റ്റായിട്ട് ലഞ്ച് കഴിഞ്ഞ ശേഷം ഈ 4 മുതൽ 5 മണീൻ്റെ ആ ടൈമിൽ ഈവനിങ് സ്നാക്ക് കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഒരു 6:30 മുതൽ 7-7:30 ഉള്ളിൽ നമ്മൾ ഇനിയൊരു സ്നാക്കും കൂടി കഴിച്ചിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ഇവിടെ ഞാൻ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 2 പീസ് ബാലൻസ് ഉണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് എത്ര കഴിക്കാൻ പറ്റണോ അത്ര കഴിച്ചാൽ മതി. ഒരുപാട് നമ്മൾ കുത്തി നിറച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൊമിറ്റിംഗ് സെൻസേഷനൊക്കെ വരും, വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എത്ര പറ്റണോ അത്ര കഴിക്കുക. പിന്നെ നമുക്ക് ഗ്യാപ്പിൽ പിന്നെ വേണമെങ്കിൽ അത് കഴിക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളം ഫുൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇനി 1 ഗ്ലാസ് കൂടി വെള്ളം ഇപ്പോൾ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 6:30 മണിയായി. അപ്പോൾ ഞാൻ സ്നാക്കായി എടുത്തിരിക്കുന്നത് ക്യാരറ്റ് മാത്രമാണ്. അപ്പോൾ ക്യാരറ്റിനെ ഇങ്ങനെ 1 ഇഞ്ച് സൈസിൽ കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം സാധാരണ രീതിയിലാണെങ്കിൽ നമ്മൾ ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ച് നമുക്ക് ആ ഒരു ടയേർഡ്നെസ് നമ്മൾക്ക് മാറ്റാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പാലോ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കുന്നില്ല. വെറും വെള്ളവും പിന്നെ ഞാൻ പറഞ്ഞ ഈ ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസും മാത്രമേ കഴിക്കുന്നുള്ളൂ. സോ ആ ഒരു ബാലൻസ് നമ്മൾ ചെയ്തിരിക്കണം. സോ അതിന് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളവും 1 ക്യാരറ്റും ഞാനിപ്പോൾ സ്നാക്കായിട്ട് എടുത്തു കഴിഞ്ഞു.
ഇനി നമുക്ക് ഡിന്നർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു 8 മണിയിൽ നിന്ന് 9 മണീൻ്റെ ഉള്ളിലാണ് ഞാൻ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത്രയും വെജിറ്റബിൾസ് ആണ്. ഇത് ബോയിൽ ചെയ്താണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഡിന്നറിന് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സ്ഡ് വെജിറ്റബിളുടെ സൂപ്പാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഈ സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ വെറും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചത്. അതിനുശേഷം കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ സൂപ്പ് കഴിച്ചു കഴിയുന്നതോടെ നമ്മുടെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു വെയിറ്റ് ലോസ് നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ കഴിച്ച ഡയറ്റിൽ നിന്ന് ഞാൻ എത്ര കിലോ കമ്മിയായി എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഇത്ര കിലോ കമ്മിയായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സർപ്രൈസിങ് ആണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ എത്ര കമ്മിയായി എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. കൂടുതൽ സസ്പെൻസ് വയ്ക്കുന്നില്ല. അപ്പോൾ നമുക്ക് എത്ര വെയിറ്റാണ് ഞാൻ കമ്മിയാക്കിയതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ദിവസം കൊണ്ട് കമ്മിയാക്കിയത് 2 കിലോനാണ്. കാരണം ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ 63.3 kg ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് 61.4 kg ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ശരിക്കും ഒരു ഷോക്കിംഗ് സർപ്രൈസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ 2 കിലോ വെയിറ്റ് ഇവിടെ കുറച്ചത്. ഇനി ഞാനൊരു 5 കിലോ വെയിറ്റും കൂടിയും കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, ഞാൻ ഏതെല്ലാം ഡയറ്റാണ് അതിനുവേണ്ടി എടുത്തത് എന്നെല്ലാം ഞാൻ വരുന്ന വീഡിയോസിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും വളരെ യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആകും എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ ഈ അറേസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നാളെ 3 മണിക്ക് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ Day 3 വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.